ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒത്തിരി നാളുകൊണ്ട് ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുന്ന റെസിപ്പിയാണ്. ഹോം മെയ്ഡ് പിസയുടെ റെസിപ്പിയാണ്. സോ വാച്ച് ഇറ്റ് ഔട്ട് ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട്. അപ്പം നമുക്ക് വലിയൊരു ബൗൾ എടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 കപ്പ് വാം വാട്ടർ ആണ്. ഒരിക്കലും ഒത്തിരി ചൂടുള്ള വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. ഒരു വാം വാട്ടർ തന്നെ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഫെർമെൻറ്റേഷൻ കറക്റ്റായിട്ട് നടക്കുക. നമുക്കിത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലോട്ട് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയൊരു പിസയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 1.5 കപ്പ് മൈദ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഈസ്റ്റ് ഒക്കെ ഫെർമെന്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ഈ മൈദ കുറേശ്ശെ ആയിട്ട് ആ ഈസ്റ്റിൻ്റെ കൂട്ടിലോട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറേശ്ശെ ആയിട്ട് വെള്ളം ആഡ് ചെയ്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈസ്റ്റ് ഇവിടെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് മാവ് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് നനച്ചെടുക്കാം. ഒരുമിച്ച് ആഡ് ചെയ്ത് നനയ്ക്കരുത്, കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് നനച്ചെടുക്കാം. നമ്മുടെ ഡവ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ്സോളം എടുക്കും ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടാനായിട്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ നനഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടെ നനയണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടങ്ങ് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒലീവ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കും. അത് മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒലീവ് ഓയിൽ തന്നെ പ്രിഫർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒലീവ് ഓയിലാണ് പിസ്സയുടെ കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തരുന്നത്. നമുക്ക് ഈ ഡവിൻ്റെ മുകളിലോട്ട് ഒലീവ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒരു ക്ലീൻ ക്ലോത്ത് എടുക്കുക. നല്ലൊരു ക്ലീൻ ക്ലോത്ത് നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മുടെ മാവ് ഒരിക്കലും ഡ്രൈ ആയി പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ജസ്റ്റ് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 1 അവർ വേറെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് ഈ മാവ് ഇതിൻ്റെ ഡബിൾ സൈസ് ആവും ഫെർമെൻ്റ് ആയിട്ട്. ഇപ്പം നോർമലി ഇപ്പോൾ കാനഡയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിൻ്ററിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവൻ്റെ അകത്ത് ജസ്റ്റ് ലൈറ്റ് ഇട്ടിട്ട് വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫെർമെൻ്റ് ആവാൻ ഒത്തിരി ടൈം എടുക്കും, തണുപ്പായത് കാരണം. സമ്മറിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാവും. 1 അവറിനുള്ളിൽ തന്നെ ഡബിൾ സൈസ് ആയിക്കോളും. അപ്പം അതുപോലെ തണുപ്പുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വെതർ, ഇപ്പം ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതിയാവും. 1 അവറിനുള്ളിൽ തന്നെ ഡബിൾ സൈസ് ആവും. അപ്പം നിങ്ങൾ ഏത് കൺട്രിയിലാണോ താമസിക്കുന്നത് അവിടുത്തെ ഒരു വെതർ അനുസരിച്ച് ചെയ്യാം. ഒത്തിരി തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഓവനിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഓവൻ്റെ ആ ഒരു ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ട വാംത്ത് കിട്ടിയിട്ട് അത് ഫെർമെൻ്റ് ആയിക്കോളും. അപ്പം ഞാനിവിടെ ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ചിക്കൻ ചെറിയ പീസാക്കി, ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് കുക്കറിലിട്ടിട്ട് ഞാൻ ഒരു വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിക്കൻ നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലാസൊക്കെ ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ വേവിച്ചതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ടിക്ക പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഉണ്ടാക്കാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബാർബിക്യൂ സോസ് വെച്ചിട്ട് ബാർബിക്യൂ ചിക്കൻ അതുപോലെ ഉണ്ടാക്കാം. ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒരു വിസിൽ വരെ ജസ്റ്റ് വേവിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അതിന് ശേഷമാണ് പിസയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഒരു ചെറിയ കുക്കർ എടുക്കുക, അതിലോട്ട് ചിക്കൻ്റെ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഒരു വിസിൽ വരെ വേവിക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് ജിഞ്ചറും ഗാർലിക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഈ സ്റ്റെപ്പ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇപ്പൊ 1 അവർ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാവ് നോക്കാം. നന്നായിട്ട് ഫെർമെന്റ് ആയിട്ടുണ്ട്, കണ്ടോ? നന്നായിട്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി നമുക്ക് ഇത് നമ്മൾ ഓവനിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാനിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഈ ഒരു പാനിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിലോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ഒലീവ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഒലീവ് ഓയിൽ നന്നായിട്ട് എല്ലാ സൈഡിലോട്ടും ബ്രഷ് ചെയ്ത് കൊടുക്കുക. സൈഡിലും ഒക്കെ കുറച്ചൊന്ന് ബ്രഷ് ചെയ്യാം. നമുക്ക് നമ്മുടെ മാവ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ? നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. മാക്സിമം ഈവൻ ആയിട്ട് എല്ലാ സൈഡിലും ഈവൻ ആയിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോഴാണ് നമ്മുടെ പിസ്സ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്നതും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്രഞ്ചി ആയിട്ടുള്ള പിസ്സയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കുട്ടികൾക്കൊക്കെ ക്രഞ്ചിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാ സൈഡും ഈവൻ ആയിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കവർ ചെയ്ത് വെച്ച സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഇത് വീണ്ടും കവർ ചെയ്ത് ഒരു 1/2 അവറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫെർമെന്റ് ആയിട്ടിരിക്കും. അപ്പം നമുക്കൊരു 1/2 അവറും കൂടെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1/2 അവർ ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് പഫി ആയിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ നന്നായിട്ട് സോഫ്റ്റ് ആയി ഫെർമെന്റ് ആവും കൂടുതൽ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ. ഇനി നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഈ പിസ്സയുടെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള പിസ്സയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് തിക്കായിട്ടുള്ള ക്രസ്റ്റ് ഉണ്ടാവത്തില്ല. നല്ല തിന്നായിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ക്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ചിലർക്ക് പിസ്സ സോസ് ഒത്തിരി ഉള്ളതാണ് ഇഷ്ടം, ചിലർക്ക് കുറച്ച് ആഡ് ചെയ്യുന്നതായിരിക്കും താല്പര്യം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് ഇടണം. അപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്ന ടൈമിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്ത് ഇടാം. അപ്പോഴാണ് കറക്റ്റ് ടെമ്പറേച്ചർ ആവുന്നത്. ആ ടൈം കൊണ്ട് നമുക്ക് പിസ്സ സോസും അതിൻ്റെ മുകളിലുള്ള മറ്റ് ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. ഞാനിവിടെ ഷ്രെഡഡ് ആയിട്ടുള്ള മൊസറല്ലയാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചീസ് ക്യൂബാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഷ്രെഡ് ചെയ്ത് എടുത്താൽ മതിയാവും. ഇവിടെ എൻ്റെ കുട്ടികൾക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ മൊസറല്ല ഫോമേജിൻ്റെ മൊസറല്ല ചീസാണ്. ഞാൻ ചിക്കൻ്റെ പീസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ പീസസ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ജസ്റ്റ് ഉപ്പും കുരുമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ചതച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ എല്ലാ പീസും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലാക്ക് ഒലീവ്സ് ആണ്. ഒലീവ്സ് ഇവിടെ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ചിക്കനും ചീസും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ്സ് ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ടോപ്പിംഗ്സിലൊക്കെ മാറ്റം വരുത്താം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബെൽ പെപ്പറാണ്. ബെൽ പെപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് 1, 2, 3 ഡിഫറെൻറ്റ് കളേഴ്സ് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ യെല്ലോ ബെൽ പെപ്പറാണുള്ളത്.
അപ്പോൾ ഞാൻ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ യെല്ലോ കളറ് ബെൽ പെപ്പർ, ക്യാപ്സിക്കം, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സീഡ്സ് ഒക്കെ മാറ്റിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പിങ്സ് എല്ലാം ഫില്ലപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ മൊസറല്ല ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓവൻ്റെ അകത്ത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ടൈം 25 to 30 minutes ആണ്. ഓവൻ ടു ഓവൻ വേരിയേഷൻസ് ഉണ്ടാവും. എന്നാലും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഒരു ടൈം 25 to 30 minutes ആണ്. പിസ്സ നമ്മൾ ബേക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ 475 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓവൻ ഒരു 10-15 മിനിറ്റ്സോളം 10-15 മിനിറ്റ്സോളം 475 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്തിടണം. അതിനുശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. നമുക്ക് ചിക്കൻ പിസ്സയും ബീഫ് ചെയ്ത പോലെ സെയിം പ്രൊസീജിയറിൽ ചെയ്യാം. ചിക്കൻ ഇതുപോലെ ബീഫിൻ്റെ സെയിം രീതിയിൽ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് അതിനുശേഷം ഒന്ന് ഓയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ രീതിയിലും ചെയ്യാം. അതാണ് കുറച്ചും കൂടെ എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഉപ്പും കുരുമുളകും ഇട്ട് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പിസ്സയൊക്കെ നോർമലി ഒരുപാട് അങ്ങനെ മസാലാസ് ഒന്നും ആഡ് ചെയ്യാതെ ഉള്ള ഒരു പിസ്സയാണ് ഇവിടെ നമുക്ക് കിട്ടാറുള്ളത്, ചിക്കൻ പിസ്സയൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഒന്ന് ചെയ്തിട്ടുള്ളത്. ഈ ചിക്കൻ പിസ്സ അത് ഇവിടുത്തെ ഒരു കനേഡിയൻ സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബീഫ് പിസ്സ നമ്മുടെ നാടൻ കേരള സ്റ്റൈലിലാണ് അതിൻ്റെ ഒരു ബീഫ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ കുട്ടികൾക്ക് ബീഫ് പിസ്സയാണ് ചിക്കൻ പിസ്സയെക്കാളും കുറച്ചുകൂടെ ഒന്ന് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കൂടുതലും കോമൺ ആയിട്ട് ഉണ്ടാക്കാറുള്ള ഒന്ന് ബീഫ് പിസ്സയാണ്. അപ്പോൾ ഞാനിവിടെ ബീഫിൻ്റെ ഒരു പിസ്സ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ചിക്കൻ പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബീഫിൻ്റെ പിസ്സ ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിൻ്റെ വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കുറച്ച് മസാല ആഡ് ചെയ്ത് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 15 to 20 minutes മാറിനേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തു. കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ജസ്റ്റ് കുറച്ച് ഓയിലിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അങ്ങനെയാണ് ഞാൻ ഈ ബീഫ് പിസ്സയുടെ ബീഫ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം സെയിം ഞാൻ ചിക്കൻ പിസ്സയ്ക്ക് ചെയ്ത പോലത്തെ പ്രൊസീജിയർ തന്നെയാണ് ചെയ്തത്. പിന്നെ 2 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് കുറച്ചുകൂടെ ഒന്ന് കളർഫുൾ ആക്കാനായിട്ട്. അപ്പോൾ എന്ത് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് പിസ്സയൊക്കെ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ യമ്മി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, അതേസമയം വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു പിസ്സയാണ്. എവറിബഡി ട്രൈ ഇറ്റ് ഔട്ട്.